അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ വേണം നല്ലൊരു തൂഷനില്ല നീന്ത് മൊത്തം ശോകനില്ല അടുക്കള തീ കൂട്ടാൻ നിങ്ങൾ അകത്തുക. മലയാളിയുടെ ഞാൻ ഷൂട്ട് ചെയ്ത് ബാംഗ്ലൂരാണ്. അതിന്റെ രസകരമായ ഒരു സംഭവം വെച്ചാല് ആ വീഡിയോ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നത് 2000 രൂപയാണ്. അയ്യോ, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? മലയാളിയുടെ 2000 രൂപയ്ക്കാണ് ഉണ്ടാക്കിയത് തിരുവാലി. ഏറ്റവും പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ സാമ്പാറാണ്. സാമ്പാറിന് എനിക്ക് അറൌണ്ട് 18 lakhs ആണ് അതിന്റെ ബഡ്ജറ്റ്. പ്രൊഡക്ഷൻ തെറിച്ചോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത് തെറിച്ചോ എനിക്ക് ഒരു 8-9 അടുത്ത് ചിലവായിട്ടുണ്ട്. ഏറ്റവും വലുത് ഫിനാൻഷ്യൽ സ്ട്രഗിൾ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ച ആളാണ്. അച്ഛനും അമ്മയൊക്കെ കൂലിപ്പണിക്കാരാണ്. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ ജീവിച്ച ആൾക്കാർക്ക് ഈ മ്യൂസിക് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മ്യൂസിക്കിലൊരു കരിയർ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. രാവിലെ ക്ലാസ്സിൽ പോയിട്ട് രാത്രി ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ആ കോഴ്സ് പഠിച്ചെടുത്തത്. അതിനെല്ലാം കാരണം ഈ മ്യൂസിക്കിലൊന്നും പച്ച പിടിക്കാന്നുള്ള ഏതെങ്കിലും എപ്പോഴേലും രക്ഷപ്പെടും എന്നുള്ള ചിന്തയിലാണ്. എന്റെ എല്ലാ പാട്ടുകളും ഒരു 90% സോങ്ങുകളും എന്റെ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്റെ ഓൺ തോട്ട്സ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ സ്വതന്ത്രമായിട്ട് മ്യൂസിക് ചെയ്യുന്നത്. ചിരിച്ചു നിന്നാൽ തിരിഞ്ഞു കൊത്തും എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇവൻ കഞ്ചാവ് വലിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നാട്ടില് പറഞ്ഞു നടന്ന് ഒരു ചിത്തപ്പരുണ്ടാക്കി. വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളുള്ള ഒരാളായിരുന്നു. അതായത് ഇന്നലെ വരെ നമ്മളിവിടെ ഉണ്ടായിരുന്ന ആള് പിറ്റേ ദിവസം പോയി നമ്മളെ കുറ്റം പറഞ്ഞു. ഡാപ്സി നല്ല സ്റ്റാർ ആയിട്ട് നമ്മുടെ മലയാള സിനിമയിലൊക്കെ വരുന്ന സമയത്ത് ഡാപ്സി നമ്മുടെ ഫ്രണ്ടാണ്. പുള്ളി സ്റ്റാർ ആകുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന ഒരാളാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ്, ഞാൻ ശ്വേത പൂർണിമ. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സംതിങ് സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ സമ്മൺ ആണ് വരുന്നത്. പുള്ളിക്ക് അറിയത്തില്ല നമ്മളിവിടെ വന്നേക്കുന്ന കാര്യം. ആൻഡ് പുള്ളീനെ കുറേ നാളായിട്ട് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് കിട്ടണമില്ല, വിളിച്ചിട്ട് വരുന്നുമില്ല. അപ്പോൾ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു, നമ്മുടെ ഈ വഴി ഈ സമയം ഈ പുള്ളി പോകുന്നുണ്ടെന്ന്. അപ്പം നമുക്ക് എന്തായാലും ആരാ നോക്കാം. വരുന്നില്ലല്ലോ, വരുമോ ഇനി? ഒരു കാറ് വരുന്നുണ്ട്, ആ പുള്ളിയാന്ന് തോന്നുന്നു. നമുക്ക് പിടിച്ചു നിർത്താം. ഹലോ, ഹായ്. ഇതൊന്നും സാത്തോ, ഇതാണ് നമ്മുടെ ഗസ്റ്റ്. അപ്പൊ ഹായ്, എന്നെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആരാന്ന് മനസ്സിലായല്ലോ, നമ്മുടെ സ്വന്തം തിരുമാലിയാണ്. കമോൺ. ഹലോ, ഹായ്. എന്റെ പേര് ശ്വേത പൂർണിമ. എന്റെ പേര് തിരുമാലി. ഓ, നമുക്കറിയാം. ഞാൻ കുറെ കാലമായിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി തിരുമാലിനെ തപ്പി നടക്കുകയായിരുന്നു. പക്ഷെ എവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല. ഭയങ്കര ബിസി ആയിരുന്നോ? കുറച്ച് തിരക്കായിരുന്നു. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ പിടി തന്നത്. അതെ. അപ്പൊ എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നമുക്ക് ഇൻ ആൻഡ് ഔട്ട് തിരുമാലിനെ പറ്റി എന്തായാലും അറിയാം, അല്ലെ ഗൈസ്? ഓക്കെ. അപ്പം ഞാനിപ്പോ തിരുമാലിനെ പറ്റി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഉള്ളത് ദ റീസൺ ബിഹൈൻഡ് ആർ ഫസ്റ്റ് യങ് ജനറേഷൻസ് ഫസ്റ്റ് മലയാളം ഹിപ്ഹോപ്പിലേക്കുള്ള സ്റ്റെപ്പാണ് തിരുമാലി. തിരുമാലിസം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? അതിപ്പോ എന്താണ് പറയാ, ഇപ്പൊ നമ്മള് ഒരു മ്യൂസീഷ്യനായി, ഫേമസ് ആയി, സക്സസ്ഫുൾ ആയി, അതിലൊക്കെ വളരെ വലുതാണ് നമ്മൾ കാരണം ഒരു പുതിയൊരു മ്യൂസിക് ജേണർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇവിടുത്തെ മ്യൂസിക് ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കേണ്ട ഒരു തുടക്കക്കാരൻ, മാറ്റിമറിച്ചെന്ന് ഞാൻ പറയുന്നില്ല, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ വരാൻ സാധിച്ചത് അത് ചിലപ്പോൾ ക്യാഷ് കൊണ്ടോ അല്ലെങ്കിൽ സക്സസ് കൊണ്ടോ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. അല്ലേ? എന്തായാലും ഇങ്ങനത്തെ വലിയൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചത് ഭയങ്കര വലിയൊരു ജേർണി ആയിരിക്കുമല്ലോ. ഇത്രയും മാറ്റി മറച്ചില്ല എന്നൊക്കെ പറയുന്നു, പക്ഷെ എന്നാലും നമുക്കൊക്കെ മാറ്റിമറിച്ചതായിട്ടൊക്കെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഈ മാറ്റിമറിച്ച കഥ ഐ വോണ്ട് ടു നോ. ഇപ്പം വിഷ്ണു എന്നാണ് ആക്ച്വൽ നെയിം എന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പം സ്റ്റേജ് നെയിം തിരുമാലിയാണ്. അപ്പൊ എങ്ങനെ, വാട്ട് വാസ് ദ യുനോ ദിസ് ഹോൾ സ്റ്റോറി ഓഫ് യോഴ്സ്, ഈ ഒരു വിഷ്ണു ടു ബീയിങ് തിരുമാലി? ഐ നീഡ് ഓൾ ദ ഡീറ്റെയിൽസ്.
പതുക്കെ പോയത് അല്ലേ? ഇപ്പൊ വിഷ്ണുവിൽ നിന്ന് തിരുമാലിയിലേക്കായത്, വിഷ്ണു എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു നാട്ടിൻപുറത്തൊക്കെ ജനിച്ചു വളർന്ന ഒരു പയ്യനായിരുന്നു. കോട്ടയത്ത് ഏറ്റുമാനാണ് എൻ്റെ വീട്. അപ്പൊ അവിടുന്ന് ഈ പറഞ്ഞ പോലെ മ്യൂസിക് സ്വപ്നം മാത്രം, അതായത് നമ്മൾ മ്യൂസിക് സ്വപ്നം കാണുന്ന ഒരു സാധാരണ ഒരു പയ്യൻ, ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരു സാധാരണ ഒരാളായിരുന്നു ഞാനും. അങ്ങനെയാണ് എനിക്ക് പൊതുവെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊതുവെ ഉള്ള മ്യൂസിക്കിനൊക്കെ കൂടുതൽ എനിക്ക് ഇൻഫ്ലുവൻസ് വെസ്റ്റേൺ മ്യൂസിക് ആയിരുന്നു. മൈക്കിൾ ജാക്സൺ, അങ്ങനെയാണ്. മൈക്കിൾ ജാക്സൺ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. അതിനുശേഷം എനിക്ക് ഹിപ്പ് ഹോപ്പ് മ്യൂസിക് എന്നുള്ള അതിനോടൊരു ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് തോന്നി. അപ്പൊ അത് മലയാളത്തിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളൊരു തോട്ട് അന്ന് വന്നു. അന്ന് എനിക്ക് തോന്നുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമാണ്, 19-20 ആ ഒരു വയസ്സ് റേഞ്ചേ ഉള്ളൂ. അപ്പൊ ആ പ്രായത്തിൽ ഇങ്ങനെ ഒരു ആശ ഉദിച്ചു. അന്ന് എന്ത് പറഞ്ഞാൽ അന്ന് നമുക്ക് പഠിക്കാൻ പോലും സത്യം പറഞ്ഞാൽ കഷ്ടപ്പാടാണ് വീട്ടില്. അപ്പൊ നമുക്ക് മ്യൂസിക് ഇൻഡസ്ട്രി വരിക എന്ന് പറഞ്ഞത് നമുക്ക് ബാലികേറാമലയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പൊ ഇന്നത്തെ തിരുമാലി എത്താനായിട്ട് വലിയൊരു ഒരു ഡെക്കേഡ് നീണ്ടൊരു കഥ തന്നെ ഉണ്ട്. എനിക്ക് അതിലത്തെ കുറച്ച് കഥകളൊക്കെ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നമ്മളുടെ എന്താ പറയാ നാട്ടുകാർക്കും കേൾക്കാനുണ്ടായിരിക്കുമല്ലോ. അതെ അതെ. ഞാന് ബേസിക്കലി പിന്നെ എനിക്ക് പശുക്കളൊക്കെ പോട്ടെ, നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പശുക്കളെ പറ്റി എന്തെങ്കിലും സംസാരിക്കാം. അപ്പൊ എന്താണ്, ഞാനിങ്ങനെ മ്യൂസിക് പാഷൻ തോന്നിയപ്പോൾ ഞാനത് പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ക്രിയേഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു. ഞാൻ തന്നെ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചു, പാട്ടുണ്ടാക്കി യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമസ്തേ അത് തന്നെ, OMKV അങ്ങനെ ഓഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അന്നൊന്നും ഈ പറയുന്ന പോലെ വലിയ സപ്പോർട്ട് ഒന്നും ഇല്ല. അന്നൊരു 100 പേര് 100 ലൈക്സ് 100 വ്യൂസ് ഒക്കെ കിട്ടിയ വലിയ സന്തോഷം. 1000 കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ആ ഒരു സ്റ്റേജിൽ നിന്നാണ് പിന്നെ ഒരു പോയിന്റ് വെച്ച് മലയാളിട എന്ന് പറഞ്ഞ സോങ് വൈറലാകുന്നു. അതിന് മില്യൺസ് ഓഫ് സ്ട്രീംസ് കയറിപ്പോയി. അതെ, ഒരുപാട് ആൾക്കാര് ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു സോങ്. അങ്ങനെ ഞാൻ അങ്കിൾ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്റെ ഈ ജാൻറയുടെ ഒരു പയനിയർ ആകുന്നുള്ള തലതൊട്ടപ്പനാവുന്നത് ഞാൻ വിചാരിച്ചില്ല. അത് ചിലപ്പോ ഒരു പക്ഷെ ദൈവത്തിന്റെ നമ്മളെല്ലാരും ജനിക്കുന്ന ഓരോ പർപ്പസ് ആയിട്ടാണ്. എന്റെ പർപ്പസ് ഇതായിരിക്കും വിശ്വസിക്കുന്നു. അപ്പോ ഈ ആദ്യമായിട്ട് എഴുതിയ വരി ഓർമ്മയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഞാൻ ഇത് വരി ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെ. ഓ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അതെ, അതെന്തായിരുന്നു അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആ ഒരു ലൈൻ എഴുതാൻ വേണ്ടിട്ട്? അത് എഴുതാനാണ് ഞാൻ സിനിമയ്ക്ക് പോയപ്പോഴത്തേക്കും ഇതുപോലെ നമ്മുടെ ശ്വാസകോശം കാണിക്കുന്ന ആ സംഭവം കണ്ടപ്പോ വെറുതെ അത് വെച്ചൊന്ന് ഒരു പാട്ടുണ്ടാക്കി നോക്കിയതാണ്. അതാണ് എന്റെ ആദ്യത്തെ ലൈൻ. അത് ഞാൻ അവരെഴുതി കാണിച്ച അതേ ലൈൻ എടുത്ത് ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന് വെറുതെ ഒരു പാട്ടുണ്ടാക്കി നോക്കി ഒരു ബീറ്റില്. അതാണ് എന്റെ ആദ്യത്തെ പാട്ട്, ആദ്യത്തെ വരിയും. അതെ. അപ്പം എന്തായാലും അത് ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലോണം വ്യൂസ് ഒക്കെ കയറി കാണത്തുണ്ടാവും. അല്ല, അത് അതിനുശേഷം ഞാൻ അത് എടുത്ത് കളഞ്ഞു. കാരണം അതിന്റെ ക്വാളിറ്റിയും മൊത്തത്തിൽ എനിക്ക് പിന്നെ അതിന്റെ ക്വാളിറ്റി അന്നത്തെ ക്വാളിറ്റി ആണല്ലോ. ഫോണിന്റെ മൈക്കിലൊക്കെ റെക്കോർഡ് ചെയ്തൊരു പാട്ട്, അപ്പൊ അത് അങ്ങനെ എടുത്ത് കളഞ്ഞു. അപ്പം ഫസ്റ്റ് എന്താ നല്ല രീതിയിൽ കയറിയത് മലയാളിയുടെ ഈ ഒരു നമ്മുടെ അത്ര ജനകീയമായ ഒരു സോങ് മലയാളിയുടെയാണ്. അതിനും OMKV എന്നൊരു സോങ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ പിള്ളേരുടെ ഇടയിലൊക്കെ കിടന്ന് വാട്സാപ്പിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് വന്ന കഥയോ അതല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ഒരു രസകരമായിട്ടുള്ള എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരും. അതായത് മനസ്സിലായില്ല. ആ ഒരു പാട്ട് റാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ടൈമിലത്തെ പ്രൊഡക്ഷന്റെയോ അല്ലെങ്കിൽ അതിന്റെ ഷൂട്ടിങ്ങിന്റെയോ എന്തിന്റെങ്കിലും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു നല്ല രസകരമായ ഒരു എക്സ്പീരിയൻസ്? മലയാളിയുടെ ഞാൻ ഷൂട്ട് ചെയ്ത് ബാംഗ്ലൂരാണ്. അതിന്റെ രസകരമായ ഒരു സംഭവം വെച്ചാല് ആ വീഡിയോ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നത് 2000 രൂപയാണ്. അന്ന് നമുക്ക് 2000 രൂപയ്ക്കാണ് ക്യാമറയുടെ ചാർജസ് മാത്രമേ വന്നുള്ളൂ. അയ്യോ, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? മലയാളിയുടെ 2000 രൂപയ്ക്കാണ് ഉണ്ടാക്കിയത് തിരുവാലി. 2000 രൂപയാണ് എനിക്ക് ചെലവ് വന്നത്. പക്ഷെ അതിൽ എന്റെ ഫ്രണ്ട്സ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തു. അന്ന് ആ ഒരു ബഡ്ജറ്റാണ് ആക്ച്വലി പറയാനായിട്ടുള്ള ബഡ്ജറ്റ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോ ലക്ഷക്കണക്കിന് പ്രൊഡക്ഷൻ ചെയ്തിട്ടും കിട്ടാത്ത ഒരു ഇമ്പാക്ട് എനിക്ക് ആ പാട്ടിനെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും വലിയൊരു സംഭവം സംസാരിച്ചുള്ള കാര്യം. അപ്പൊ എന്തായാലും ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാര് എന്താ പറയാ ആരാധകരായിട്ടൊക്കെ ഉണ്ട്. റൈറ്റ്. അറ്റ് ദ സെയിം ടൈം
ആ സന്തോഷത്തിന്റെ ഇടയിൽ തന്നെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു 10 കൊല്ലമായിട്ട് ചേട്ടൻ ഈ ഒരു ഫീൽഡിലുണ്ട്. 10 കൊല്ലം കൂടുതലായോ? 10 കൊല്ലം പൂർത്തിയായി. ഓക്കെ. അപ്പം ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സ്ട്രഗിള് ഒരു 2 എക്സ്പീരിയൻസ് ഓർമ്മ വരുന്നത് എന്താണ്? ഏറ്റവും വലുത് ഫിനാൻഷ്യൽ സ്ട്രഗിൾ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ച ആളാണ്. അച്ഛനും അമ്മയൊക്കെ കൂലിപ്പണിക്കാരാണ്. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ ജീവിച്ച ആൾക്കാർക്ക് ഈ മ്യൂസിക് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മ്യൂസിക്കിൽ ഒരു കരിയർ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇതിനിടയ്ക്ക് നമ്മൾ പാട്ടിന് പാഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്നെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ പഠിക്കണം, അതിനെപ്പറ്റി കുറെ പഠിക്കാനുണ്ട്. എന്നാലും നമുക്കിതൊരു കരിയർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിന്റെ കോഴ്സ്, ഓഡിയോ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാൻ പോയ സമയത്ത് ഇതുപോലെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ള കാരണം എന്താ പറയാ, രാവിലെ ക്ലാസ്സിൽ പോയിട്ട് രാത്രി ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ആ കോഴ്സ് പഠിച്ചെടുത്തത്. അതിനെല്ലാം കാരണം ഈ മ്യൂസിക്കിലൊന്നും പച്ച പിടിക്കാന്നുള്ള ഏതെങ്കിലും എപ്പോഴേലും രക്ഷപ്പെടും എന്നുള്ള ചിന്തയിലാണ് അന്ന് കഷ്ടപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടി. അതാണ് എനിക്ക് ഓർമ്മയിലുള്ള ഒരു കാര്യം. ഏത് ഇയറിലായിരുന്നു അപ്പൊ നമ്മുടെ മലയാളിയുടെ അടുത്തുണ്ടായിരുന്നത്? ഐ തിങ്ക് 2018 ആണ് ഷൂട്ട് ചെയ്തത്. 2019 or 18 എന്തോ ആണ്. ഓക്കെ. അന്ന് നമ്മളത് 2000 രൂപയ്ക്ക് നമ്മൾ മലയാളിയുടെ ചെയ്തു. അപ്പൊ ഇന്ന് ഇപ്പം തെറിച്ചോ ഇറങ്ങി, സാമ്പാർ ഇറങ്ങി, പിന്നെ ലെഗസി ഒക്കെ ഇറങ്ങി. ഓക്കെ. അപ്പൊ ഈ ഒരു ടൈമിലത്തെ ഫിനാൻസ് എങ്ങനെയാണ് ഈ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ? വളരെ വ്യത്യാസമുണ്ട്. ആ 2000 രൂപയിൽ മാറിയിട്ട് ഇപ്പോൾ ഏറ്റവും പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ സാമ്പാറാണ്. സാമ്പാറിന് എനിക്ക് അറൌണ്ട് 18 lakhs ആണ് അതിന്റെ ബഡ്ജറ്റ്. പ്രൊഡക്ഷൻ തന്നെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വേറെ. ഈ പറഞ്ഞ പോലെ തെറിച്ചോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത് തെറിച്ചോ, എനിക്ക് ഒരു 8-9 അടുത്ത് ചെലവായിട്ടുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ലെഗസി ഞാൻ പുറത്ത് ഷൂട്ട് ചെയ്തതാണ്, UK. ഞാൻ ഷോയില് പോയപ്പോ ടൂറിംഗ് പോലെ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു 3-4 ആ റേഞ്ചില്. അതെ, പക്ഷെ എന്നാലും 18 ലക്ഷം യൂസ് ചെയ്തിട്ട് നമുക്കതൊരു 8.5 മില്യൺ യൂസ് ഉണ്ടായത് വേർത്തായത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഒത്ത് ചെയ്യണം എന്നുള്ളത് ചേട്ടന്റെ ഐഡിയ ആയിരുന്നു, തിരുമാലിയുടെ ഐഡിയ ആയിരുന്നു? അതെ. അത് ഞാനും ഫെജോയും കൂടി സാമ്പാർ ആദ്യമേ കുറച്ച് നാളായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് ചെയ്തു. അതിനുശേഷമാണ് ഇപ്പം നമുക്ക് ഡാപ്സി നല്ല സ്റ്റാർ ആയിട്ട് നമ്മുടെ മലയാള സിനിമയിലൊക്കെ വരുന്ന സമയത്ത്, ഡാപ്സി നമ്മുടെ ഒരു ഫ്രണ്ടാണ്. പുള്ളി സ്റ്റാർ ആകുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആളും കൂടി ഇതിനകത്ത് ജോയിൻ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു ഐഡിയ വന്നു. ആളും കൂടി കയറ്റി ഒരു 3-in-1 കോമ്പിനേഷൻ ആക്കി. അങ്ങനെയാണ് സാമ്പാർ ജനിക്കുന്നത്. അപ്പൊ എന്തായാലും അത് അടിപൊളിയായിരുന്നു. ഇപ്പൊ നമുക്ക് വിഷ്വലി ആണെങ്കിലും കേൾക്കാനാണെങ്കിലും ഒരു വൻ സംഭവം മൂഡ് സാധനമാണ്. അപ്പൊ എനിക്ക് നമ്മുടെ ആൾക്കാർക്കും എനിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ സാമ്പാറിലെ ചെറിയൊരു സംഭവം പാടിത്തരും. പിന്നെ കമാൺ. ഞാൻ റെഡി 1 2 3 പറയണോ? റെഡി 1 2 3 ഗോ. ഊണിന് വേണം സാമ്പാർ, ഗെയിമിന് വേണം സംബാസ്, ചോറിന് ചോറ്, തോരന് മോര്, ബാറിന് ബാരൻ സദ്യ. സാധനമുണ്ടോ കയ്യിൽ? സാധ്യത കാണുന്നില്ല. സോ ബാക്ക് ടു ദ ഗെയിമിന് എല്ലാവർക്കും അന്നദാനം വാള. വേണം നല്ലൊരു തൂശനില്ല, സീനിത് മൊത്തം ശോകനില്ല. സോ വി ബാക്ക് ടു ദി അടുക്കള, തീ കൂട്ടാൻ നിങ്ങൾ അകത്തുക. പന്തല് ഞങ്ങൾ പണിഞ്ഞതാ, അടിയന്തര മല്ലിത് അടിത്തറ. പാചക പരമ്പര, ഇനി വാചക അരുംകൊല. അതെ. അപ്പം അതെന്ത് പറ്റി സാമ്പാറിനെ പറ്റി എഴുതാന്ന് വിചാരിച്ചത് നിങ്ങൾ എല്ലാരും കൂടെ? സാമ്പാർ എന്നുള്ള ഐഡിയ എനിക്ക് കുറെ വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലുള്ളതാണ്. സാമ്പാർ എന്ന് പറഞ്ഞൊരു വേർഡ് പ്ലേയും കൂടിയാണ്. സം ബാർസ് ബാർസ്, നമ്മള് റാപ്പ് മ്യൂസിക്കിൽ ബാർസ് എന്ന് പറഞ്ഞാൽ ലിറിക്സ് എന്നാണ് അർത്ഥം. അപ്പോ കുറച്ച് ബാർസ്, സംബാർസിന്റെ വേർഡ് പ്ലേ ആണ് സാമ്പാർ. അങ്ങനെ അതിനകത്ത് ഒരു ഡബിൾ മീനിങ് ഉള്ള ഒരു സംഭവമാണ്. അതെ. ഞാനേ ഇപ്പൊ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ വളഞ്ഞ് റൈറ്റ് എടുക്കണം. ഓക്കെ, ശരി. അപ്പൊ നമ്മളുടെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെയൊക്കെ ഇറക്കി ഒരുപാട് ആൾക്കാർ നോക്കി കാണുന്ന ഒരാളാണ് തിരുമാലി എന്ന് പറയുന്നത്. തിരുമാലി ആരെയാണ് നോക്കി കണ്ടത്? അങ്ങനെ ഒരാളുണ്ടോ ഇൻസ്പിറേഷൻ എന്ന് പറയാനുള്ളത്? എന്റെ മോസ്റ്റ് ഓഫ് ദി ഇൻസ്പിറേഷൻസ് US ആർട്ടിസ്റ്റുകളാണ്. നമ്മുടെ നാട്ടിൽ ഹിപ്പ് ഹോപ്പ് സീൻ അത്രയ്ക്ക് ഇല്ലാത്ത സമയത്താണ് ഞാൻ തുടങ്ങുന്നത്. എനിക്ക് ഇവിടെ നോക്കി കാണാൻ ആരും ഉണ്ടായിരുന്നില്ല, അതാണ് വാസ്തവം. ഇപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ എന്താണ്, ധാരാളം ആൾക്കാരുണ്ട് ഇന്ത്യൻ ഹിപ്പ് ഹോപ്പിൽ തന്നെ. ഹിന്ദി ആർട്ടിസ്റ്റുകൾ, ഡിവൈൻ ഉണ്ട്, MEWay, കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ തുടക്ക സമയത്തൊക്കെ എല്ലാം US ആർട്ടിസ്റ്റുകളായിരുന്നു. അതെ. അപ്പം നമ്മളുടെ ആ ഒരു ടൈമിൽ നമ്മളുടെ നാട്ടില് ഭയങ്കര എന്താ ഓൾഡ് മലയാളം സോങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാവ്യാത്മകമായിട്ടൊക്കെ എഴുതി ആ ഒരു രീതിയിലായിരുന്നു അല്ലേ? അപ്പം വാട്ട് യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഇപ്പത്തെ ഒരു രീതിയിലേക്കുള്ള ഒരു ലിറിക് കൾച്ചർ?
ഭയങ്കര ഡിഫറൻസ് ആണ് ഇപ്പൊ വന്നേക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ബേസിക്കലി ഇപ്പൊ എന്താണ് തോന്നുന്നത്, പണ്ടത്തെ കുറെ പാട്ടുകൾ നമുക്ക് അതിന്റെ ലിറിക്സ് മനസ്സിലായിട്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അതിന്റെ ഒരു സോണിക്കൽ മ്യൂസിക്കാലിറ്റി ഒക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ലിറിക്സ് കേൾക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ സാധാരണ ആൾക്കാർക്ക് അത്ര കണക്ട് ആകുന്ന ലിറിക്സ് ഒന്നും അല്ല സിനിമയിലാണെങ്കിൽ തന്നെ. പക്ഷെ ഇപ്പോഴും നമ്മുടെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ പുതിയ മോഡേൺ ഹിപ്പ് ഹോപ്പ് ഒക്കെ വന്നപ്പോൾ കുറെ കൂടി നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജിലാണ് പാട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ സംസാരിക്കുന്ന രീതിയിലാണ് പാട്ട് പാടുന്നത്. ഞാൻ ആ മോഡിലാണ് ഫോക്കസ് ചെയ്തത്. എങ്ങനെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് ഏറ്റവും നമുക്ക് കണക്ട് ചെയ്യാനും റിലേറ്റബിൾ ആയിരിക്കണം, നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കുകളായിരിക്കണം. അതൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഞാനും ആ ഒരു കാവ്യാത്മകത ആദ്യമേ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് അതിലാണ്. അതെ അല്ലെ? അപ്പൊ ഇങ്ങനെ ഓൾഡ് സോങ്സില് ലിറിക്സ് ഇങ്ങനെ ആസ്വദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സോങ് നമുക്ക് വേണ്ടി പാടുവോ? ഓൾഡ് സോങ്സിലല്ലേ? ഓക്കെ, സെയിം മലയാളം സോങ്സ്, ഓൾഡ് വേണമെന്നില്ല, വൺ ഓഫ് യുവർ ഫേവറേറ്റ്സ്. ഞാൻ എന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്സ് ഒക്കെ നമ്മുടെ മറ്റേ ആരാണ്, പഴയ യേശുദാസിന്റെ 80s ഇരുന്ന് കേൾക്കാറുണ്ടോ? റാപ്പർ ആണെങ്കിൽ പോലും ഇതൊക്കെ ഇരുന്ന് കേട്ട് എല്ലാം നോക്കാറുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ കൈതപ്പുറത്തിന്റെ ഒക്കെ വരികളാണ് പണ്ടത്തെ. സത്യം. അപ്പൊ നമ്മുടെ ആനന്ദം മൂവിയില് റോഷൻ മാത്യു ഭയങ്കര എന്താ മറ്റേ റാപ്പല്ലല്ലോ, ഭയങ്കര റോക്ക് സിംഗർ ആയിട്ട് കാണിക്കുകയും മാറിയിരുന്ന് യേശുദാസിന്റെ പാട്ട് കേൾക്കുന്ന രീതിയിലാണ്. അതിന്റെ ഒരു റിയൽ ലൈഫ് ഫാനാണ് ഞാൻ. അതെ അല്ലെ? അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ട്. ഞാൻ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് പാടാം. ലിറിക്സ് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കണില്ല. കുഴപ്പമില്ല. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു അവരൊക്കെ പാടുന്ന റേഞ്ച് പാടാം, നമ്മളെ കൊണ്ട് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും. ഒരു രാഗമാലയായി ഇനി എന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അപ്പം ഒരു അനുരാഗിണി ഉണ്ടോ? അപ്പൊ ആക്ച്വലി നമ്മളുടെ ഗേൾ ഫാൻസിന് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞു തരോ? അനുരാഗിണിയൊക്കെ ഉണ്ട്. കല്യാണം കഴിക്കേണ്ടി വന്നു. കല്യാണം കഴിച്ചോ? അപ്പം ഗേൾ ഫാൻസ് കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിച്ചാണ്. അപ്പം വൈഫിന്റെ പേരെന്താ? വൈഫിന്റെ പേര് തുഷാര. തുഷാര എന്ത് ചെയ്യുന്നു ചേച്ചി? തുഷാര ഇപ്പൊ ബ്യൂട്ടീഷ്യൻ ആണ്, കോസ്മെറ്റോളജിസ്റ്റ് ആണ്, ബ്യൂട്ടീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓ നൈസ് നൈസ് നൈസ്. അപ്പൊ വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട് ചേട്ടന്റെ? ഇപ്പൊ വീട്ടില് എന്റെ കൂടെ എന്റെ അമ്മയുണ്ട്, പിന്നെ വൈഫുണ്ട്, കുട്ടിയുണ്ട്. ഗൈസ്. തിരുമാലി ചെറിയ ചെക്കറൊന്നല്ല, തോന്നില്ലെങ്കിലും ഞാൻ അതെ സന്തൂർ ഡാഡിയാണ്. അപ്പം മോളാണ്. എന്താ ചെയ്യണേ മോള്? മോൾ ഇപ്പോൾ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, LKG. അച്ചോടാ. അപ്പൊ ഏത് സ്കൂളിലേക്കാ കയറിയേക്കണേ ഇപ്പൊ? ഞാനിപ്പോ താമസിക്കുന്നത് ആലുവ അടുത്താണ് താമസിക്കുന്നത്. അവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളിലാക്കിയിട്ടുണ്ട്, സെന്റ് ജോർജ് എന്ന് പറഞ്ഞിട്ട് സ്കൂൾ. ഓക്കെ, ഫൈൻ ഫൈൻ, ഓൾ റൈറ്റ്. അപ്പോ നമ്മളുടെ ഈ ലിറിക്സും കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാരും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കണം. മിക്ക സോങ്സിലും അല്ലെങ്കിൽ റാപ്സിലും ഒരു മെസ്സേജ് ഭയങ്കരമായിട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കാറുണ്ടല്ലേ? അപ്പം അത് എങ്ങനെയാണ് എപ്പോഴും നോക്കി കാണാറ്? ഓക്കെ, ഈ ഒരു വിഷയത്തിനെ പറ്റി ഞാൻ സംസാരിക്കണം, അങ്ങനെയാണ് ചേട്ടൻ എന്ത് മെസ്സേജ് ആണ് കൺവേ ചെയ്യണം? എങ്ങനെയാണ് അതിന്റെ ഒരു മാറ്റർ വരുന്നത്? പൊതുവേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഓഡിയൻസിന്റെ ഇടയിൽ നമ്മുടെ റിലീജിയസ് വ്യൂസ്, ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഉള്ള ഒരു രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാടിന്റെ ഒരു പോക്ക്. നമ്മൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, ഭയങ്കര പുരോഗമനവാദികളാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും റിലീജിയൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്സിനോട് നമ്മുടെ പുതുതലമുറക്കുള്ള ഒരു കാഴ്ചപ്പാട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ കോൺഷ്യസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ പക്ഷെ ഒരു തൊട്ട പൊള്ളുന്ന വോളറ്റൈൽ സബ്ജക്ട്സ് അല്ലേ? അതെ അതെ അതെ. നമ്മളുടെ ഡ്രിങ്ക് ലാബ് എത്തി. നമുക്കെന്നാ കുറച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം.
അപ്പൊ നമ്മുടെ ഫുഡ് ഇപ്പൊ വരും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മെസ്സേജ് കൺവേയിങ് ത്രൂ യുവർ റാപ്പ്. ആ അപ്പം ചെയ്യാൻ ആഗ്രഹമുള്ളത് റിലീജിയന്റെ കുറച്ച് വോളറ്റൈൽ ആയിട്ടുള്ള സബ്ജക്ട്സ് തുടരാണ്. അതെ അതെ അതെ, അങ്ങനെ കുറെ കോൺഷ്യസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ നമ്മുടെ ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ആണ് വേണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എന്റർടൈൻമെന്റ് സൈഡിൽ നിൽക്കുന്നത്. ഇതുപോലെ കോൺഷ്യസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും പാട്ടുണ്ടാക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും നാളെല്ലാം ചെയ്തതില് ഏതെങ്കിലും ഒരു ടോപ്പിക് എനിക്ക് ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തത് ഏതായിരുന്നു? നമ്മൾ പൊതുവെ ഡെയിലി നേരിടുന്ന ഒരു പ്രശ്നമാണ് മീഡിയ മാനിപ്പുലേഷൻ എന്ന സംഭവം. അത് വളരെ വലിയൊരു സംഭവമാണ്. നമ്മുടെ ആൾക്കാർ അവെയർ പോലും അല്ല ഈ മീഡിയ എങ്ങനെയാണ് നമ്മളെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുള്ളത്. അത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മുടെ തോട്ട് പ്രോസസ്സിന് വരെ ഡയറക്റ്റ് ചെയ്യാൻ മീഡിയയെ സാധിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു പാട്ടുണ്ടാക്കണം എന്ന് ഒരു പ്ലാൻ ഉണ്ട്. താങ്ക് യു. അതിനെപ്പറ്റി പാട്ടുണ്ടാക്കാൻ താല്പര്യം, അതിനെപ്പറ്റി ആൾക്കാരോട് സംസാരിക്കുന്നത്, ഇത് കേട്ടാൽ ഞാനിപ്പോ ഒരു പാട്ടുണ്ടാക്കിയാൽ അത് കേൾക്കുന്നവർക്ക് ഞാൻ ഈ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം, കോൺഷ്യസ് റാപ്പ് എന്ന് പറയുന്നത്. അത് പേഴ്സണലി അങ്ങനെ തോന്നിയത് കൊണ്ടാണോ അങ്ങനെ? എന്റെ എല്ലാ പാട്ടുകളും ഒരു 90% സോങ്ങുകളും എന്റെ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്റെ ഓൺ തോട്ട്സ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ സ്വതന്ത്രമായിട്ട് മ്യൂസിക് ചെയ്യുന്നത്. സിനിമയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെയാണ് നമ്മൾ അതല്ല ആ ക്യാരക്ടർ നമ്മൾ പ്രൈസ് ചെയ്ത് പാട്ട് പാടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രാമാറ്റിക് സിറ്റുവേഷനെ പറ്റി പാട്ടുണ്ടാക്കുക. അതാണ് ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് കുറച്ച് സ്വതന്ത്രമായിട്ട് എന്റെ തോട്ട്സ്, എന്റെ ലൈഫ് എക്സ്പീരിയൻസ് പാട്ടുണ്ടാക്കി. അപ്പം ലൈഫ് എക്സ്പീരിയൻസിനെ പറ്റി സംസാരിച്ചത് കൊണ്ട് ചിരിച്ചു നിന്നാൽ തിരിഞ്ഞു കൊത്തും എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു തിരുമാലിയുടെ ഒരു സോങ്ങില് അല്ലേ? അപ്പം ആരെങ്കിലും അങ്ങനെ ചിരിച്ചു നിന്ന് പുറകില് നല്ല കുത്ത് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു അടി കിട്ടിയതായിട്ടുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എന്താണ് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള ഒരു ഫ്രണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ പാട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും എന്താണ് ഈ റാപ്പൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കിനും ആൾക്കാർ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇവൻ കഞ്ചാവ് വലിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നാട്ടില് പറഞ്ഞു നടന്ന് ഒരു ചീത്തപ്പേരുണ്ടാക്കി. പരദൂഷണമല്ല, സീരിയസ് ആയിട്ട് നമ്മളെ എന്താണ് പറയുക, നമ്മുടെ പേര് കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതാണൊരു ചിരിച്ച് വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളുള്ള ഒരാളായിരുന്നു. അതായത് ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആള് പിറ്റേ ദിവസം പോയി നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞു, നാട്ടിലെല്ലാവരും മുമ്പ് നമ്മളെ കംപ്ലീറ്റ് ഇമേജ് മാറ്റി കളയുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതല്ലാതെ ഇപ്പം ഫീൽഡിൽ ഇറങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലും പണി ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഞാൻ എന്താ പറയാ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിന്ന് കൊടുക്കാറില്ല പൊതുവെ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് പണി തരാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മളതെല്ലാം ഒഴിവായി മാക്സിമം ഒഴിവായി നോക്കാം. നമുക്ക് നമ്മുടെ റെപ്യൂട്ടേഷനും നമ്മുടെ കരിയറും മാത്രം ഫോക്കസ് ചെയ്ത് നിന്നാൽ വലിയ പ്രശ്നങ്ങളില്ല പോവാം. അത്യാവശ്യം ഡ്രാമയിലൊക്കെ തലയിടാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്നത്, നമുക്ക് ഒഴിവായി നിൽക്കുന്നുണ്ട്. അപ്പോഴാ നമ്മുടെ കുറച്ച് നാൾ മുന്നേ ഡാബ്സിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഒരു വിവാദ വിഷയം തന്നെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പുള്ളി എന്താ സെറ്റിലത്തെ ആൾക്കാരുടെ അടുത്ത് കുറച്ച് റൂഡായിട്ട് പറയുന്നത് മാതിരി എന്തോ ഒന്നും മനസ്സിലായിട്ടില്ല നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അതെങ്ങനെയാണ് ചേട്ടനെടുത്തത്? അത് എനിക്ക് ഞാൻ ആ സ്ഥലത്ത് വെന്യൂൽ ഞാനൊന്ന് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് അത്. അപ്പോൾ അതിലിപ്പോ ഞാനപ്പോ സ്ഥലത്തില്ല, ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് സംഭവം അറിയുന്നത്. എനിക്കിപ്പോ അത് ആക്ച്വലി എന്താണ് സംഭവം എന്നറിയില്ല. അവിടെ ടെക്നീഷ്യന്മാരുടെ കയ്യിൽ മിസ്റ്റേക്ക് ആണോ അതോ ഇവരുടെ കയ്യിൽ മിസ്റ്റേക്ക് ആണോ എന്തോ അറിയത്തില്ല, ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ അത് യൂഷ്വലി എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. അത് ഡാബ്സി ആയതുകൊണ്ടാണ് അയാൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ ആയതുകൊണ്ടാണ് ഇത് വലിയ സംസാര വിഷയമാകുന്നത്. സാധാരണ ഞാൻ പോകുന്ന പരിപാടിയിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ആരെങ്കിലും ഇങ്ങനെ ശബ്ദത്തിന്റെ കാര്യങ്ങൾ പിന്നെ ഫെർദർ പ്രശ്നം വരരുത് എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അത് റൂഡായി പോയി, അങ്ങനെ ഒരിക്കലും ടെക്നീഷ്യൻസിന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കരുത്. ഒരുപാട് കമന്റ്സ് രണ്ട് രീതിയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഡാബ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ചിലപ്പോൾ മറ്റേ ആൾക്കാരുടെ ഭാഗത്തായിരിക്കും തെറ്റ്, അത് കാര്യം അറിയാതെ സംസാരിക്കരുത് എന്നൊക്കെ നമ്മുടെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഒരു വീഡിയോയിൽ ഒരു ക്ലിപ്പ് വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. അതാണ് ഇന്നത്തെ സത്യം. നമുക്കിപ്പോ വീഡിയോ റീൽസ് നോക്കിയിട്ട് അതിന് മുമ്പ് നടന്നത് അതിന് ശേഷം എന്താ അറിയത്തില്ല. സെക്കൻഡ് വെച്ച് നമുക്ക് ഇതിനെ വിലയിരുത്താൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് അഭിപ്രായം പറയില്ല, നമ്മൾ കണ്ടിട്ടില്ല കാര്യം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ നമ്മളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിലേക്കുള്ള ഒരു. അപ്പൊ അതിനെ പറ്റി നമ്മുടെ തിരുമാലി ഒരു സോങ് ഒക്കെ എഴുതുന്നതാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ എപ്പോഴുണ്ടായിരിക്കും? നെക്സ്റ്റ് വർക്ക്സ് ഒക്കെ എപ്പോഴാണ്? എല്ലാം കുറച്ച് സമയം എടുക്കും. ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനും ഇതിന്റെ റൈറ്റിങ്ങും എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വരുമ്പോൾ 3-4 മാസം എടുക്കും ഒരു പാട്ട് റിലീസ് ചെയ്യാൻ. അപ്പോൾ ഒരു 2-3 വർഷത്തിനകം ഇതെല്ലാം
ഇതെല്ലാം ഒരു പ്ലാൻസിലുള്ള പ്രൊജക്ടുകളാണ്, എല്ലാം പുറത്തു വരും. എപ്പോഴാണെന്നും പറയത്തില്ല. ഓക്കെ. അപ്പം ഇപ്പൊ ഒരുപാട് റാപ്പേഴ്സ് തന്നെ ഇവിടെ ഉള്ളത്. അപ്പം ഡാബ്സി, ഫെജോ, പേഡൻ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാര് മൂവീസിലൊക്കെ, ബേബി ജീൻ മൂവീസിലേക്ക് പാടുന്നുണ്ടായിരുന്നു, റാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ തിരുമാല എപ്പോഴാണ് ഇനി അടുത്തൊരു സ്റ്റെപ്പ് മൂവീസിലേക്ക് വെക്കാൻ പോകുന്നത്? ഞാൻ കുറച്ചും പറഞ്ഞു, ഞാനിപ്പോ സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മേഖല. അപ്പൊ ഇപ്പൊ നിലവിൽ എനിക്ക് കുറച്ച് സിനിമയിലും കൂടി ഇനി ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു 30ഓളം ട്രാക്കുകൾ ഇപ്പൊ റിലീസ് ചെയ്തു. പിന്നെ നമ്മുടെ നാട്ടില് പ്രൈമറി സോഴ്സ് ഓഫ് മ്യൂസിക് സിനിമ തന്നെയാണ്. ഇപ്പൊ നമ്മളിവിടെ 100 പാട്ട് ഇറക്കിയാലും സിനിമയിൽ ഒരു പാട്ട് പാടുന്നവരെയാണ് ആൾക്കാർ കലാകാരനായിട്ട് അംഗീകരിക്കുന്നത്. അതാണ് ഇവിടുത്തെ സത്യം. അപ്പൊ എനിക്ക് അടുത്ത് നെക്സ്റ്റ് ഒരു ലെവല് സിനിമയിൽ പ്രൂവ് ചെയ്യണം എന്നൊരു താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതും സൈഡ് വഴി ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പൊ നമ്മളുടെ ഇൻഡസ്ട്രി മൂവി സോങ്സിൽ നല്ല രീതിയിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ റാപ്പ് കൾച്ചർ. അപ്പം അത് നല്ലതായിട്ടാണോ അത് ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് കൊമേഴ്ഷ്യലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഒതന്റിസിറ്റി പോകും. അത് റാപ്പ് എന്നല്ല, എന്തിന്റെ ആണെങ്കിലും. അപ്പൊ ആ ഒരു സംഭവം നമുക്കും ഈ ഒരു ജാൻറയെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് എന്താണ് പറയാ, നമുക്ക് അതൊന്നും നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല. അതെ അതെ. ഓക്കെ. അപ്പം ചില ഷോസില് ലൈവ് ആൾക്കാർ ചെയ്യാറുണ്ട്, ചില ഷോസിൽ ബാക്ക്ഗ്രൗണ്ടിൽ അത് പ്ലേ ചെയ്തിട്ട് ലിപ്സിങ്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പം അതിൽ ഏതാണ് മോസ്റ്റ്ലി ചെയ്യാറ്, അല്ലെങ്കിൽ അത് ശരിയാണോ അങ്ങനെ ചെയ്യുന്നത്? ആക്ച്വലി ഇപ്പം ഈ ഡാബ്സിയുടെ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം വളരെ ഒരു ചർച്ചാ വിഷയമായ ഒരു സംഭവമാണത്. ലൈക്ക് ഈ റെക്കോർഡ് ഇട്ട് പാടുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. ഇതിപ്പോ നമ്മൾ പുറത്ത് നോക്കുവാണെങ്കിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വരെ റെക്കോർഡ് ഇട്ടാണ് അവർ പ്ലേ ചെയ്യുന്നത്. കാരണം ലൈവില് ചിലപ്പോ എന്താണ് നമുക്ക് ആ ഒരു പെർഫോമൻസ്, ആ ഒരു ട്രാക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന വരുന്നില്ല. ആ റെക്കോർഡ് പോലെ ഒരിക്കലും ലൈവിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ പരിപാടിക്ക് വരുമ്പോൾ നമ്മൾ കയറിയിട്ടത് നമ്മൾ പണ്ടത്തെ ആൾക്കാർ നല്ല വോക്കലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ലൈവായിട്ട് പെർഫോം ചെയ്യുന്നത്. ഈ റാപ്പ് മ്യൂസിക് ഒക്കെ ബേസിക്കലി റെക്കോർഡിന്റെ അത്രയും ഇമ്പാക്റ്റോടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. പിന്നെ അതൊരു ഫുൾ ബ്രെത്ത് കൺട്രോൾ എല്ലാം വേണ്ട ഒരു പരിപാടിയാണ്. അപ്പം 1 മണിക്കൂർ നിന്ന് പാടാൻ ഇമ്പോസിബിൾ ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് റെക്കോർഡ് ഇട്ട് ചെയ്യാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചില ഭാഗങ്ങൾ റെക്കോർഡ് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അതൊക്കെ യൂഷ്വലി നമ്മളിപ്പം പുറത്തുള്ള വലിയ വലിയ വെസ്റ്റേണിലുള്ള ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകൾ വരെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മളിപ്പോ ഒരു പരിപാടിക്ക് വന്നാൽ പരിപാടി ആൾക്കാർ ഫ്ലോപ്പാന്ന് വിചാരിക്കുന്നതിന് നല്ലത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് റെക്കോർഡ് ഉപയോഗിക്കുന്നത് തെറ്റില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇങ്ങനെ ചെയ്ത് വെച്ചതില് ഏതാണ് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് എന്റെ പാട്ടുകളിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എല്ലാം ഫേവറേറ്റ് ആണ്. ബേസിക്കലി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രമേ നമ്മൾ പുറത്തിറക്കാറുള്ളൂ. വേറെ 30 അല്ലാണ്ട് വേറെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട്. അതെ, അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന മാത്രമേ പുറത്തിറക്കുന്നുള്ളൂ. അതാണ് സത്യം. അതില് കൂട്ടത്തില് ഏറ്റവും ഇത് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം ടാപ്പ് ചെയ്ത ഒരു സോങ് റാപ്പ് ചെയ്തായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് മലയാളിയുടെ തന്നെ ആയിരിക്കും. അത് എന്റെ ബെസ്റ്റ് സോങ് ആയിട്ടല്ല, ആ പാട്ടിലൂടെയാണ് ആൾക്കാരെ തിരിച്ചറിയുന്നത്. പിന്നെ അതിന് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത് മൊത്തത്തിൽ. അപ്പൊ അതിനൊരു പ്രത്യേക സ്നേഹം പേഴ്സണൽ ഫേവറേറ്റ്സിലേക്ക് അത് പോകുന്നുണ്ട്. ഓക്കെ. ഇവിടെ എറണാകുളത്ത് അവള് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ആതിരപ്പള്ളിക്ക് ട്രിപ്പ് പോയി. ബൈക്കല്ല, KSRTC ബസ്. KSRTC ബസ്സിന് പോയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് തിരിച്ച് ബസ് കിട്ടിയില്ല. അയ്യോ, ചേച്ചിക്ക് വീട്ടിൽ കയറണമായിരുന്നോ? പിറ്റേ ദിവസം ജോലിക്ക് കയറണം. അങ്ങനെ നമ്മളവിടെ പെട്ടുപോയി. പിന്നെ നല്ല മഴയും, ഇതുപോലെ ജൂലൈ മാസം ഭയങ്കര മഴയുള്ള സമയത്ത് അവിടെ പെട്ടുപോയി.